വികസനം ജനങ്ങൾക്ക് തണലാകുന്നതിന് പകരം കണ്ണീരും ശ്വാസമുട്ടലുമായി മാറിയതിന്റെ നേർക്കാഴ്ചയാണ് കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാല നിർമ്മാണം. നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി ഇഴഞ്ഞു നീങ്ങിയതോടെയാണ് പ്രദേശവാസികളുടെയും കച്ചവടക്കാരുടെയും ദുരിതം ഏറെയായത്. പദ്ധതി ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ച വേഗം കൈവരിക്കാനും സാധിച്ചിട്ടില്ല. വേനലായി കഴിഞ്ഞാൽ പൊടിശല്യം വരും, മഴയായി കഴിഞ്ഞാൽ ചളി, കാരണം ഇതടിച്ച് വെള്ളം ബസ്സുകാരാണെങ്കിൽ അടിച്ചു വിട്ടിട്ടാണ് പോവുക, കടയിലേക്കൊക്കെ വെള്ളം തെറിക്കും. ഒരു പ്രാവശ്യം നമ്മളെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇതായിപ്പോയി. പിന്നെ രണ്ടാമത് ഒരു പ്രാവശ്യം, കാരണം ഇവർ ഡ്രൈനേജിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഇതേമാതിരി തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. ആർക്കും ഒന്നും ചെയ്യാനില്ല, മഴ അപ്രതീക്ഷിതമായിട്ട് വന്നു, അടിച്ച് കയറിയത് ഈ ലെവലിലെത്തിയിട്ടുണ്ട്. ഏറെക്കാലമായി ചെറുവണ്ണൂർ മേഖലയിൽ നേരിടുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായാണ് 2025 മെയ് 18 മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. അതിവേഗത്തിൽ പണി പൂർത്തീകരിച്ച് പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് നാളിതുവരെയായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്നത്. മേൽപ്പാലത്തിന്റെ 50% പ്രവൃത്തികൾ പൂർത്തീകരിച്ചു എന്നാണ് അധികൃതരുടെ വാദമെങ്കിലും യാഥാർത്ഥ്യം ഇതിന് വിരുദ്ധമാണെന്നും പണി തീർത്തും മന്ദഗതിയിലുമാണെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. അതോടൊപ്പം മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കും പ്രദേശത്തെ കച്ചവടത്തെ ബാധിച്ചു തുടങ്ങിയതായി കച്ചവടക്കാരും പറയുന്നു. കച്ചവടത്തെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഭാഗത്ത് ആരും ബ്ലോക്ക് ആവുന്നുണ്ട്. കച്ചവടക്കാർ ആൾക്കാർ വരുമ്പോൾ പറയുന്നത്, നമ്മളെ പെർമനന്റ് കസ്റ്റമേഴ്സ് പറയുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് വരിക, വന്നു കഴിഞ്ഞാൽ എത്ര ദൂരം ചുറ്റണം, വൺ വേ ആവുകൊണ്ട് ഒരുപാട് ചുറ്റണം. വരുന്നത് അത് കച്ചവടത്തിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നിർമ്മാണ ജോലിക്കായി മതിയായ ജോലിക്കാരെ നിയോഗിക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. സർവീസ് റോഡും ഡ്രൈനേജിൻ്റെയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വയസ്സായിട്ടുള്ള ആളുകൾക്കും കുട്ടികൾക്കും, ഒന്നാമത് സ്കൂൾ കുട്ടികളെയൊക്കെയാണ് ഇത് വളരെയധികം ബാധിക്കുന്നത്. നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോകാനുള്ള യാതൊരു സാഹചര്യമില്ല. ആൾക്കാർക്ക് കാൽനട വളരെ ദുസ്സഹമായി പോയി. അതാണ് ഇതിൻ്റെ അകത്തുണ്ടായ മെയിനായിട്ടുള്ള പ്രശ്നം. തൊഴിലാളികളുടെ കുറവുകൊണ്ടാണ് ഇത് ഇത്രയും ലേഗാവുന്നത്. വീട് പണിക്കുള്ള ആളുകൾ പോലും ഇത്രയും വലിയൊരു പാലം പണിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും 1.5 കിലോമീറ്റർ റോഡ് താണ്ടാൻ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കിടക്കേണ്ട അവസ്ഥയുമുണ്ട്. പാലം പണി നടക്കുന്ന ഭാഗത്തെ സർവീസ് റോഡുകളിലെ കുഴികൾ അടയ്ക്കാത്തുൾപ്പെടെ പ്രതിസന്ധികളും ഏറെയാണ്. മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി തീർക്കണമെന്നാവശ്യപ്പെട്ട് BJPയും പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ്. ജനം, കോഴിക്കോട്.